ഹലോ സാർ, വെരി ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓരോ പ്രാവശ്യം സാറ് കാണുമ്പോൾ ഓരോ എക്സൈറ്റ്മെന്റ് അല്ലേ സാർ? ഇന്നിപ്പോ നമ്മള് വിൻസറിന്റെ എന്തായിരുന്നു ഫംഗ്ഷൻ? സാറിന്റെ ഒരു വലിയൊരു വിജയം കൂടിയാണ് ഈ ഫംഗ്ഷനുകളിൽ. എന്താ ക്രൗഡ് ഇപ്പോഴും ഈ ഒരു വർക്കിംഗ് ഡേ ആയിട്ടും ഇത്ര ആൾക്കാർ വന്നതും പിന്നെ അല്ല, അത് വന്നതിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് അല്ലേ. അതെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അതാണ് ഇതുപോലെ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാനും പിന്നെ ഇത് വളരെ നല്ലൊരു നമുക്കിപ്പോൾ ഇത്രയും ബുക്കിംഗ്സ് കിട്ടിയത്. അതെ അതെ ശരിയാണ്. സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു 160 above ബുക്കിംഗ്സ് ഇവിടെ മാത്രം. അതുപോലെ എല്ലായിടത്തും കയറി. ഇനി ഇതാ നമ്മുടെ തന്നെ അടുത്ത കാലിക്കറ്റ് ആയാലും 160 above ബുക്കിംഗ് വിത്ത് പേയ്മെന്റ്. About around 500 bookings. 500 bookings is the pre-bookings നമുക്ക് വന്നിട്ടുണ്ട്. ഓ, ഇതിലും കൂടുതൽ ഇനി എന്താണ് സാർ വേണ്ടത്? സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് വെഹിക്കിൾ? വളരെ നല്ലതാ. ഞാനിത് ഡൽഹിയിൽ വെച്ച് ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു. അതെ അല്ലേ? വളരെ ഓടിക്കാനും വളരെ സുഖം. ഏറ്റവും എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെ ഇച്ചിരി സൈസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള അർജുന ഉണ്ടാവില്ല, എനിക്ക് പറ്റില്ല. പക്ഷെ ഏറ്റവും സുഖം ഇപ്പോൾ പല ആൾക്കാർ എനിക്ക് പല വണ്ടി കയറിയാലും ഹെഡ് തല മുട്ടും. നമ്മുടെ ഇവിടെ പ്രീമിയം വെഹിക്കിൾസിനാലും തല മുട്ടും. പക്ഷെ ഇതിനതില്ല. ഒരു 2-3 ഇഞ്ച് ഗ്യാപ്പ് തലയിലുണ്ട്. അതെ. പിന്നെ സാർ ബാക്ക് സീറ്റും സാറിന് വളരെ കംഫർട്ടബിൾ കിടന്നുറങ്ങും. പക്ഷെ ബാക്ക് സീറ്റ് ഞാൻ അത് ഉപയോഗിക്കാറ്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്. ഇല്ലാത്ത ഫീച്ചർ ഏതാണെന്ന് ചോദിക്കാം. അതാണ് സംശയം. പിന്നെ ഇതിനകത്ത് ചില വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ ടച്ച് സ്ക്രീനിൽ, അങ്ങനെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ടച്ച് സ്ക്രീൻ, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ പാർട്സ് റിമൂവ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സ് ആക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. ശരിക്കും ബാക്കിയുള്ള ബ്രാൻഡ്സ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് പോകുന്നതാണല്ലോ ഇനി അല്ലേ? ഹെക്ടർ ആണല്ലോ ഇവിടെ ആദ്യം ടച്ച് സ്ക്രീനിൽ AC ഓൺ ചെയ്യണം. അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാവരും അതിലേക്ക്. അതുപോലെ MGനെ ഫോളോ ചെയ്ത് എല്ലാവരും ഇനി അടുത്തതായിട്ട് വരും. അതുപോലെ തന്നെ സാർ, ഇപ്പം നമ്മൾ ഈ ഒരു വിൻസറിന്റെ ഈ ഒരു ലോഞ്ച് നമ്മൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് നമ്മളല്ലേ വന്നിരിക്കണം അല്ലേ? എങ്ങനെയായിരുന്നു സാർ അതൊരു ഇവന്റ് പ്ലാൻ ചെയ്ത്? എങ്ങനെയായിരുന്നു ഇവന്റ് പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ MGയുടെ നോം അനുസരിച്ച് വണ്ടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിനെ കാണിക്കാമെന്നായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ അതായിരുന്നില്ല. ഞങ്ങൾ വണ്ടി ഇവിടെ എന്ന് ഞങ്ങൾക്ക് അത്ര എൻക്വയറീസ് ഉണ്ടല്ലോ. അപ്പം വരുമ്പോൾ തന്നെ ഇത് എല്ലാവരും കാണിക്കും. ഞങ്ങളിത് 2 ദിവസം വിട്ടാണ്. പക്ഷേ ഇന്ന് ഈ ലോഞ്ചിൽ വന്ന കൂടുതൽ ആൾക്കാരും ഇതിനെക്കുറിച്ച് പ്രീ ബുക്ക് ചെയ്തു. നെറ്റിൽ കയറി. അത് അർജുൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ വന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾറെഡി 2-3 ഇന്ന് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്നിപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു ബുക്ക് ചെയ്യുന്നുണ്ട്. പട്ടാമ്പിന്ന് വിളിച്ചു പറഞ്ഞു എവിടെ ബുക്ക് ചെയ്യണ്ടേ എന്ന് വെച്ചാൽ വിളിച്ചു. ഇവിടെ ലോഞ്ച് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്തായിരുന്നു. ലൈവ് സ്ട്രീം കണ്ടിട്ട് പട്ടാമ്പിന്ന് വിളിച്ചു മലപ്പുറത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. സൂപ്പർ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ്. അർജുൻ, യു ഓൾസോ ട്രൈ ദിസ്? യെസ് ഓഫ് കോഴ്സ്. എന്തായാലും ജിമ്മി സാറിന്റെ വാക്കുകളാണ് കേട്ടത്. മാത്രമല്ല നമ്മളിപ്പോൾ സാർ നേരത്തെ സാബ് സാർ പറഞ്ഞിട്ടുണ്ട് 7,000 അടുത്തോളം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അല്ലേ? ഈ ഷോർട്ട് സ്പാനിൽ ഏകദേശം 5-6 വർഷം ആവണേ ഉള്ളൂ. 5 കൊല്ലം. എങ്ങനെ സാർ ഇത്രയും കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുത്ത ഈ VM? അതൊരു മാജിക് തന്നെയാണ്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നോവേഷൻ എവിടെയുണ്ടോ അവിടെ കസ്റ്റമേഴ്സ് വരും. അതെ. ഇപ്പൊ MG കൊണ്ടുവന്ന എല്ലാ പ്രോഡക്ട്സും ഇന്നോവേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇന്റർനെറ്റ് SUV, ഫസ്റ്റ് ഓട്ടോണോമസ് ലെവൽ 1, ലെവൽ 2, പിന്നെ ZS നമുക്ക് ആദ്യം സ്ലോ ആയിരുന്നു. പക്ഷേ ZSന്റെ പെർഫോമൻസും ഇലക്ട്രിക്കിലേക്കുള്ള അഡോപ്ഷൻ കാരണം അത്, പിന്നെ കോമറ്റ് അഗൈൻ ഡിഫറെന്റ് വെറൈറ്റി. അപ്പൊ അത് തന്നെ എല്ലാത്തിനും ഒരു ന്യൂനത, ഒരു പുതുമയുണ്ട്. അപ്പൊ അത് കാരണമാണ് നമുക്ക് ഈ 5 ഇയേഴ്സ് കൊണ്ട് 7,000 കസ്റ്റമേഴ്സ് ആയത്. പിന്നെ മാത്രമല്ല EVMന്റെ സർവീസ് എടുത്തു പറയണം. EVMന്റെ സർവീസ്, EVMന്റെ ബ്രാൻഡ് ഉണ്ട്. പിന്നെ നമ്മളുടെ സർവീസ് നമുക്ക് ഈ 7,000 നമുക്ക് ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഇല്ല. എല്ലാവരും ഫോർ എക്സാമ്പിൾ മീനാക്ഷി ഇപ്പൊ പറഞ്ഞു തരുമല്ലോ നമ്മുടെ കോസ്റ്റ്ലൈൻ ഗാരേജസിന്റെ ആ ഒരു സർവീസ് അത്രയും പക്കയാണ്. പിന്നെ പലപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് പലപ്പോഴും ഇൻവോൾവ് ആവാറുണ്ട്. അറിയാലോ? അതെ സാറിനെ കാണാറുണ്ട് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനായാലും കസ്റ്റമേഴ്സ് ആയാലും ഇന്ററാക്ഷൻസ്. കസ്റ്റമേഴ്സ് ആർ അവർ കിങ്സ്. അപ്പോൾ അത് കാരണം കസ്റ്റമേഴ്സ് എൻ്റെ ബേസിക് ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ തേടി വരുന്നത്. എവിടെയാണ് കസ്റ്റമേഴ്സ് തേടി വന്ന് ഒരു ഇതിലേക്ക് വരാൻ പാടില്ല. നമ്മളെല്ലാവരും എത്തിപ്പെടുന്നുണ്ട്. സാറ് പറഞ്ഞു ഇനിയും എക്സ്പാൻഷൻസ് വന്നുകൊണ്ട് എക്സ്പാൻഷൻ ഇപ്പം നമ്മളിപ്പോൾ 2 എണ്ണം ചെയ്യുന്നുണ്ട്. ആലപ്പുഴ, തൊടുപുഴ ചെയ്യുന്നുണ്ട്. ഇനി വേറെ 1-2 എണ്ണം കൂടി നമ്മളിപ്പോൾ പൈപ്പ്ലൈനിലുണ്ട് അല്ലേ? വരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷം സർ. താങ്ക്സ് ഫോർ ദ ടൈം ആൻഡ് ഈ ഒരു ഇത്രയും വലിയ സക്സസ് ആയിട്ടൊരു ഇവന്റ് നടത്തിയതിന് വീണ്ടും താങ്ക് യു സർ. താങ്ക് യു.